സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടമോടുന്നതും. അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനവും. ഒരിക്കലും കിട്ടില്ലെന്നുറപ്പിച്ചതുപോലും നിങ്ങളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി വരും. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. നീ ചെയ്യുന്നത് ശരിയാണെന്ന തോന്നൽ നിനക്കുള്ളതുവരെ നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. പരാജയം എന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുവാനുള്ള അവസരമാണ്. ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത്. തളർന്നു പോവാനും തോറ്റുപോവാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. പക്ഷേ ജയിക്കാൻ ഒറ്റ കാരണം മാത്രം, ജയിക്കണമെന്ന നമ്മുടെ ഉറച്ച തീരുമാനം. ഉദ്ദേശവും ലക്ഷ്യവുമില്ലാത്ത പരിശ്രമവും ധൈര്യവും അപൂർണമാണ്. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയതാണ്. നിങ്ങളെ അറിയുന്നവർ പലരുമുണ്ടാകും, പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്നവർ വളരെ കുറച്ചേ കാണൂ. ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റൊരാളെക്കാളും യോഗ്യതയുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ടവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല. കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളത്തെ വിജയവും, ഇന്നത്തെ വിജയം നാളത്തെ പരാജയവുമാവാം. ഒരു വിജയം നമ്മെ മറ്റൊരു വിജയത്തിലേക്ക് നയിക്കുമ്പോൾ ഇടയ്ക്കൊരു തടസ്സം സ്വാഭാവികമാണ്. ലക്ഷ്യം ഉണ്ടായിരിക്കുക, പ്രലോഭനങ്ങളിൽ വഴുതി വീഴാതിരിക്കുക, ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിനുള്ള പ്രായോഗിക പദ്ധതിയും ഉണ്ടായിരിക്കുക. സ്വയം കീഴടങ്ങിയവൻ 1000 തവണ 1000 പേരെ തോൽപ്പിച്ചവനേക്കാൾ വലിയ വീരനാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുന്നത് എളുപ്പമാണ്, എന്നാൽ സ്വന്തം തെറ്റുകൾ കാണുന്നത് ബുദ്ധിമുട്ടാണ്. ഈ ലോകത്തിൽ ആരും ശുദ്ധനും പൂർണ്ണനുമല്ല. ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും തനിച്ചായിരിക്കും. അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക. നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ കഴിയും. അഹങ്കാരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ്. അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും എളിമ തന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മ. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേയുള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കൊരു ദിവസമുണ്ടാകാം. ഞാൻ വിജയിച്ചു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിജയമല്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയമാകുന്നത്. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തുക. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിലാണ്. വിജയിക്കാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. നിങ്ങളുടെ കണ്ണീരിന്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും കരഞ്ഞു പോകരുത്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. ബന്ധങ്ങളെന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക. അവ നഷ്ടമായാൽ ജീവിതത്തിൽ മടുപ്പ് തോന്നിത്തുടങ്ങും. മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ബന്ധങ്ങളാണ്. നിങ്ങളെ ജയിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും കഴിവുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നുപോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. അഹങ്കാരവും അഹംഭാവമുള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്താനും സ്നേഹത്തിനെ കഴിയും. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്ന് തീർച്ചയായും ഒരു കാര്യമാണ്.
നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. എല്ലാത്തിലും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്കുണ്ടായേക്കാം. അവയെ നമ്മുടെ മനസ്സിൽ വേരുപിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെ കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടെന്നാണ്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറിമറിഞ്ഞു വരുന്നു. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം. സത്യമെന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം ആരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ സ്വഭാവം. നമ്മൾ ഉറ്റ സുഹൃത്ത് എന്ന് കരുതിയവരും കാലത്തിനനുസരിച്ച് മാറിയേക്കാം. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയും എന്നത് തീർച്ചയായും ഒരു കാര്യമാണ്. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ അത് പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.